ഹലോ ഗൈസ്, ഇന്ന് വീട്ടിലൊരു ഷവർമ റോളാണ് കേട്ടോ കാണിക്കുന്നത്. ഷവർമ റോളെന്ന് ഞാൻ പേരിട്ടേക്കണതാണ് കേട്ടോ. ഒറിജിനൽ ഷവർമ ഇങ്ങനെയാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ മയണോയ്സൊക്കെ ഞാൻ കറക്റ്റായിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ അടിച്ചതാണ്, മുട്ട പുഴുങ്ങിയിട്ടാണ് ചെയ്തത് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോളും എൻ്റെ കൂടെ കൂടിയിട്ടോ. മോനും അമ്മയും കൂടെ പറമ്പിൽ പണിക്കൊക്കെ പോയിരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറമ്പിൽ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലിൽ കൂടിയ കാരണം പിന്നെ ഞാൻ പോയില്ല കേട്ടോ. വീട്ടിലെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് കരുതി. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മോൾ എൻ്റെ കൂടെയും മോൻ അമ്മയുടെ കൂടെയും പോയിട്ടോ. എല്ലാ പരീക്ഷണങ്ങളും ഞാൻ ഇവരുടെ മേത്താണ് കേട്ടോ എടുക്കുക. ഞാൻ എന്തുണ്ടാക്കിയാലും നാശായാലും നന്നായാലും തിന്നണം എന്നുള്ള റൂളുള്ളതാണ് കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു സാധനം നശിപ്പിച്ച് കളയണം, നമ്മൾ വില കാശ് കൊടുത്ത് വാങ്ങണതാണ്, പിന്നെ വലിയ മോശമൊന്നും ആവാറില്ല കേട്ടോ. ഈ സെയിം മാവ് ഉപയോഗിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എൻ്റെ പൊന്നു ദൈവമേ എന്തൊരു കട്ടിയായിരുന്നു എന്ന് പറയും. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ മുട്ട പൊരിച്ചാലും നമ്മുടെ നാട്ടിൽ ചെയ്യണ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. ഇവിടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതാണ്, ഈ പൊടി തന്നെയാണ് ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കി അത് എന്ത് സോഫ്റ്റ് ആയിട്ടിരിക്കണമെന്ന് അറിയാതെ, പിറ്റേ ദിവസമാണെങ്കിൽ പോലും അതിനത് കട്ടിയാവുകയൊന്നും ചെയ്യില്ല. ഹോസ്റ്റലിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. മയണൈസും എല്ലാ സാധനങ്ങളും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് സമയമൊക്കെ എടുത്തു. പക്ഷേ എന്നാലും ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. ചിക്കനും തക്കാളിയും സവോളയും മാത്രമേ ഉള്ളൂ. അത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. ഇതിനെ എന്ത് റോള് എന്ന് പറയാമെന്ന് വെച്ചാൽ വിളിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫേസൊക്കെ കാണിക്കാത്ത ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല. തന്നെയല്ല, കാലത്തൊട്ട് വീട്ടിലെ പണികളൊക്കെ ചെയ്യണ കാരണം അത്രയൊരു സുഖമായിട്ടല്ല ഇരുന്നത്. പിന്നെ അവർ പറമ്പിൽ നിന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള രീതിക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് കട്ട് ചെയ്ത് കാണിക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അമ്മ ഇരിക്കണുണ്ടോയെന്ന് വിചാരിക്കണ്ട, പറമ്പിൽ പോയിട്ട് വന്ന കാരണം കേട്ടോ മുടിയൊക്കെ ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ സാധാരണ ആൾക്കാരാണ് കേട്ടോ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മൾ. അപ്പം ഞാൻ പിള്ളേർക്കാണ് ആദ്യം കൊടുത്തത്. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. മയണോയ്സ് നല്ല രസമുണ്ടായിരുന്നു. മോള് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അടിപൊളിയായെന്ന് പറഞ്ഞു. കടയിൽ നിന്ന് കിട്ടുന്നതിൽ കഴിഞ്ഞും നല്ല രീതിയിൽ മയണൈസ് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മോൻ്റെ അടുത്ത് ഞാൻ കഴിച്ചു നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അമ്മ കഴിച്ചത്. വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്.